എന്റെ പേര് നീനു. എനിക്കിപ്പം 36 വയസ്സ് കഴിയുന്നു. എന്റെ വിവാഹം നടന്നത് 18ാമത്തെ വയസ്സിലാണ്. 18ാമത്തെ വയസ്സിൽ ഓടിക്കളിച്ച് നടക്കേണ്ട ഒരു പ്രായം. ആ ഒരു സമയത്ത് വീട്ടുകാരെ പിടിച്ച് കെട്ടിച്ചു. അതുകൊണ്ട് തന്നെ ഏകദേശം 30ാമത്തെ വയസ്സിൽ തന്നെ ഡിവോഴ്സും കഴിഞ്ഞു. ഇപ്പൊ ഞാൻ സ്വന്തം വീട്ടിൽ തന്നെ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. ഒരു മകളുണ്ട്. അവളിപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോവുകയാണ് എന്റെ പതിവ്. വീട്ടിൽ മുത്തശ്ശിയും അമ്മയും അച്ഛനും മാത്രമായിരുന്നു. പിന്നെ മോളും. ഞങ്ങളുടെ ഒരു സാധാരണ കുടുംബമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. വിറക് വെട്ടാൻ ഇന്ന് ആളിനെ കണ്ടില്ലല്ലോ. മുത്തശ്ശി ഉമ്മറത്തിരുന്ന് വിളിച്ചു പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മ എവിടെയെന്ന് വിളിച്ചു പറഞ്ഞു, അയാൾ വരാൻ ലേറ്റാവും, വാ നമുക്കെല്ലാം റെഡിയായിട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മുത്തശ്ശിയെടുത്ത് പറഞ്ഞു, അവരെല്ലാം ഒരു കല്യാണത്തിന് പോവുകയാണ്. എന്നെ വിളിച്ചതാണ്. പക്ഷേ ഞാൻ മനഃപൂർവ്വമാണ് അവരുടെ കൂടെ പോവാത്തത്. ഞാൻ പോയി കഴിഞ്ഞാൽ 100 കൂട്ടം ചോദ്യങ്ങളാണ് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നുമൊക്കെ. എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ്ഡ് ആയത്? പിന്നെ ഒരു കല്യാണം കഴിക്കാത്തത്? ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളെല്ലാം വിട്ടു. കല്യാണവും പിന്നെ അങ്ങനെയുള്ള റിസപ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറി. കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടു. അവളിപ്പോൾ 9ാം ക്ലാസ്സിലാണ്. ഇനി പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ്. അതിന്റെ ആ ഒരു മാർക്കിന്റെ കാര്യങ്ങളും എല്ലാം നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. നീനു, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. വിറക് വെട്ടുകാരൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചായപ്പിന്റെ അടുത്ത് ഒരുപാട് വിറക് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പറക്കിയിട്ട് കൊടുക്കാൻ മറക്കണ്ട എന്നാണ് അമ്മയും മുത്തശ്ശിയും പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി ഒതുക്കി വെച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ഗേറ്റ് ആരോ തുറക്കുന്ന ഒരു ശബ്ദം. ഞാൻ പുറത്തേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഷർട്ടും കാവി കൈലിയും ഇട്ട് ഒരാള് അകത്തേക്ക് കയറി വരുന്നു. തലയിൽ ഒരു കെട്ടുമുണ്ട്, കയ്യിൽ ഒരു കോടാലിയും. കണ്ടു കഴിഞ്ഞാൽ ഒരു ഉറച്ച ഒരു ശരീരപ്രകൃതമുള്ള ഒരു മനുഷ്യൻ. കണ്ടു കഴിഞ്ഞാൽ ഒരു 40-42 വയസ്സ് തോന്നിക്കും. പിന്നെ ഇരുനിറമാണ്. ഒരു അസല് കൂലിപ്പണിക്കാരനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് തന്നെയായിരുന്നു ആളുടെ ഒരു ലുക്ക്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ തെങ്ങി കയറാൻ പോകുന്ന ചില മനുഷ്യന്മാരുണ്ട്, അവരുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. ആള് തെങ്ങി കയറാൻ പോകുന്നൊക്കെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിട്ടിരുന്നത് ഒരു ട്രഡീഷണൽ മാക്സി ആയിരുന്നു, ഒരു നൈറ്റ് ഡ്രസ് പോലത്തത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ശമ്മലുണ്ടെങ്കിലും ഞാൻ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ആള് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. തലയിലാണെന്നുണ്ടെങ്കിൽ എന്തോ നല്ല അധ്വാനം കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ എനിക്ക് തോന്നി. കോടാലി കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വിറക് വെട്ടാനായിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ, അമ്മ പറഞ്ഞായിരുന്നു വരുന്ന സമയത്ത് സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ തന്നെ ഞാനത് പറയുമ്പോൾ ആളൊന്ന് പുഞ്ചിരിച്ചു. ആളുടെ മുഖത്ത് ഒരാശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വിറക് വെട്ടാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നോളൂ, ഞാൻ സ്ഥലവും കാര്യങ്ങളും കാണിച്ചു തരാം. ഞാനും അയാളും കൂടെ നേരെ ചായപ്പിനടുത്തേക്ക് നടന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിറകും കാര്യങ്ങളും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ദേ അവിടെയാണ് വിറകും കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോ അയാൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം, ഒറ്റയ്ക്ക് ഇത് പെട്ടെന്ന് വെട്ടി തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അപ്പോ ഒന്ന് പറക്കിയിട്ട് തന്നാൽ മതി. അപ്പം അതിനനുസരിച്ച് ഞാൻ പൈസയും കാര്യങ്ങളും വാങ്ങിക്കത്തുള്ളൂ, ഞാൻ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആ, അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം അതൊക്കെ. പിന്നെ ആ ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കീറാനും പറക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം നടുവിനാണെങ്കിൽ ചെറിയ വേദനയൊക്കെ ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം അയാളുടെ നിന്ന് എടുത്തായിരുന്നു. അപ്പോൾ പറക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തോളാം, പക്ഷേ വിറക് ഒന്ന് താഴേക്കിടാനായിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടേക്കൊന്ന് ചെന്നു. ശേഷം അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തീർത്തു വെച്ചു. സമയം ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള് അവിടെയെല്ലാം ഒന്ന് വാരി കെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നു. ഇതെല്ലാം കുറച്ച് സമയം എടുക്കും കേട്ടോ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആള് പറഞ്ഞു, എങ്കിൽ പിന്നെ ആ ഒരു ചായപ്പിലിരിക്കുന്ന വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് തരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു.
അയാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. ചായപ്പിലിരുന്ന ഓരോ വിറക് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് പറക്കിയിടാൻ നോക്കി. ആ സമയമാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വിറകുകളും ചെറിയ ചെറിയ വിറകുകളും അങ്ങനെ കൂനം കൂനയായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ ഓരോന്നും എടുത്ത് പുറത്തേക്ക് ഇട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഇതൊന്ന് കീറിയിടട്ടെ, ഞാനും ഒന്ന് സഹായിക്കും കേട്ടോ. വലിയ വിറകെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളും എൻ്റെ അടുത്ത് വന്നു. ഞാനും അയാളും കൂടെ കുനിഞ്ഞു നിന്ന് ആ ഒരു വിറകും കാര്യങ്ങളും എടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ആള് പറഞ്ഞു, പതുക്കെ പിടിച്ചാൽ മതി, ഇത് ഇച്ചിരി കട്ടിയുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അയാളും കൂടെ അങ്ങനെ കുറച്ച് നന്നായിട്ട് രീതിയിൽ ആ ഒരു ഭാരത്തെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ സമയം ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, കുഴഞ്ഞോ? ഒന്ന് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല, ചെറിയൊരു അണപ്പ് പോലെ. ആ സമയം ഞാനത് പറയുമ്പോൾ അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെ ക്ഷീണിച്ചോ എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അയാൾ ആ വിറക് ഒന്ന് നേരെയാക്കിയിട്ടതിന് ശേഷം അത് കീറി അത് രണ്ടായിട്ട് മടക്കിയിട്ടു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിനി അടുത്ത വിറകെടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളും ഞാനും കൂടെ ചായപ്പിനുള്ളിലേക്ക് കയറി. ആ സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ വിറകെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാനും അയാളും കൂടെ രണ്ടാമത്തെ വിറകെടുത്തു. ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുറച്ച് ഒന്നുകൂടെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ നടുവൊന്നും വെട്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അയാളും അത് താഴെ കിടക്കുന്ന വിറക് കുനിഞ്ഞെടുത്തു. ആ സമയമാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ തന്നെ അയാളുടെ കൂടെ തന്നെ അത് പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടു. അതും അയാള് 2 നിമിഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കീറിയിട്ടു. ഇനി ഇരുട്ടത്തേക്കാണ് പോകുന്നത്. ചായപ്പിലെ 1-2 വിറകുകൾ പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ ചായപ്പിനുള്ളിലുള്ള വിറകുകളും കാര്യങ്ങളുമാണ് ഉള്ളിൽ കിടക്കുന്നത്. അതെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇരുട്ടും കാര്യങ്ങളുമാണ്. ആ സമയം അയാളുടെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മെഴുകുതിരി എന്തെങ്കിലും കത്തിച്ചു വെക്കണോ? അപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ചെറിയൊരു ലാമ്പുണ്ട്, മെഴുകുതിരി എന്തെങ്കിലും കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കത്തിപ്പോയി കഴിഞ്ഞാൽ അത് മെനക്കേടാണ് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ടോർച്ച് പോലുള്ള ലാമ്പ് അതൊന്ന് കത്തിച്ചു വെച്ചു. ആ സമയമാണെന്നുണ്ടെങ്കിലും അയാളൊന്ന് ചെക്ക് ചെയ്താണ് എന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റെന്തെങ്കിലും ഉണ്ടോന്ന്. അതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ അതണച്ചു കഴിഞ്ഞിട്ട് ഞാനും അയാളും കൂടെ ഇരുട്ടത്ത് അകത്തേക്ക് കയറി ചെന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ആള് നല്ല മസിൽ ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ആള് അത് വലിച്ചുരിഞ്ഞെടുത്തു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനും അതിനനുസരിച്ച് പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് എടുത്ത് താഴേക്കിടുമ്പോൾ എനിക്ക് നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് താഴേക്കിട്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിക്കരയിൽ കുറച്ച് സമയം ഇരുന്നു. അപ്പം ആളും അതേ കണക്കിനെ അടച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സമയത്ത് ആളും എൻ്റെ അടുത്ത് തന്നെ കുറച്ച് നീങ്ങി അങ്ങോട്ട് കയറിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല ആ ഒരു പ്രയാസം ഉണ്ടല്ലേ, ഇത് പറക്കിയിടാൻ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നല്ല പൈസയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടുകാരെ തന്നെ പറഞ്ഞത്, ഇവിടുന്ന് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ഞാനാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് വന്ന് നിൽക്കുകയല്ലേ, അതുകൊണ്ടാണ് അമ്മയും മുത്തശ്ശിയും എന്നെ കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. വെറുതെ ഇരുന്ന് തിന്നിയല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതി. ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാള് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ചെറിയ വെളിച്ചത്തിൽ എന്നെ നോക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാ, സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, തന്നെ കൊണ്ട് ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു, അവരെല്ലാം കല്യാണത്തിന് പോയില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പണിയെടുപ്പിക്കാനുള്ള ആ ഒരു അടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അയാൾ പറയുന്ന സമയത്ത് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. നീനു വേറെ കല്യാണമൊന്നും നോക്കുന്നില്ലേ, ഇപ്പോ ഇങ്ങനെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടനും ഇങ്ങനെ തന്നെ ചോദിക്കുകയാണോ? എനിക്കാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി കല്യാണം വേണ്ട എന്നാണ്. പിന്നെ ഈ ഒരു കല്യാണത്തിന്റെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ എവിടെയും കല്യാണത്തിന് പോലും ഒരു റിസപ്ഷനും പോലും പോവാത്തത്. അവര് പോയപ്പോഴും ഞാൻ ഇങ്ങനെ മാറി നിന്നതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിനാണ്. അതിന്റെ പകപോക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് പോയത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ആ സമയം അയാൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എല്ലാം ശരിയാവും, എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. എല്ലാവരുടെയും ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും കാണും, അതൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് പോകണം എന്നായിരുന്നു അയാളുടെ ആ ഒരു വാക്ക്. അങ്ങനെ ഒരണപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ ഒരു ഇടത്ത് വെച്ച് തന്നെ ആ വിറക് പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. ആ സമയം അയാൾ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഴാതിരിക്കാനും പിന്നെ സ്ലിപ്പ് ആവാതിരിക്കാനും എനിക്ക് നന്നായിട്ടുള്ള ഒരു പ്രേരണയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അയാളും കൂടെ അത് പുറത്തേക്ക് കൊണ്ടിട്ടു. അപ്പോഴും എനിക്ക് നല്ല ക്ഷീണം തോന്നിയിരുന്നു.
അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ അയാൾ ആ വിറക് മുഴുവൻ കീറിയിട്ടു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അതെ, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൊണ്ട് തരാമോ എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, അകത്ത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ നന്നായിട്ട് വിയർത്തിരുന്നു. കുറച്ച് സമയം വെയിലത്ത് നിന്നിട്ട് തണലത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വിയർപ്പിന്റെ അംശം തോന്നുമല്ലോ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിയർത്തുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അകത്ത് അടുക്കളയിലേക്ക് കയറുന്ന സമയത്തന്നെ ഞാനൊന്ന് ഫാനിട്ടു പുറത്തെ ഹാളില്. ആ സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ നിന്ന് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറിയത്. ശരീരം നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അയാൾക്കും എനിക്കുമായിട്ട് കുറച്ച് വെള്ളം ഒരു മൊന്തയിലെടുത്ത് ഒരു ഗ്ലാസ് മാത്രം എടുത്ത് ഞാൻ കുടിച്ചു. അതിനുശേഷം ആ ഗ്ലാസ് കഴിയുന്ന ശേഷം അതുമായിട്ട് ഞാൻ ആ ഒരു തെക്കേപ്പുറത്തേക്ക് പോയി. ചായപ്പിന്റെ അടുത്തെത്തുമ്പോൾ അയാൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് ആ ഒരു സമയം വെള്ളം അയാൾ കൊണ്ടുചെന്ന് കൊടുത്തു. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒരു ദാഹത്തോടെയും വിറയലോടെയും അയാൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ സമയമാണെന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ട് വിറയ്ക്കുന്ന കണക്ക് എനിക്ക് തോന്നി. ആ ദാഹത്തിൽ തന്നെ അയാളത് മുഴുവൻ കുടിച്ചതിന് ശേഷം വീണ്ടും ഗ്ലാസ് എന്റെ നേരെ നീട്ടി. ഞാനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ആള് ആ ഒരു തടിയിന്മേൽ കയറിയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നന്നായിട്ട് നല്ല ക്ഷീണമുണ്ട്, ഇവിടുത്തെ വിറകിച്ചിരി മുറ്റാണ്, കീറാൻ നല്ല പാടുപെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, അകത്തേക്ക് ഇച്ചിരി നേരം ഇരുന്നോളൂ. കാരണം ഞാനിവിടെ നിന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെയിൽ കൊണ്ട് വിയർത്തതിന് ശേഷം ഞാൻ അകത്ത് പോയതിനു ശേഷമാണ് ഒന്ന് ഫാനിട്ട് ഇച്ചിരി നേരം ഇരുന്നത്. അതിനുശേഷം ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ക്ഷീണം തോന്നത്തില്ല എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ആൾക്ക് ഒന്നിരിക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശിയും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാള് പണിയെടുക്കാൻ വന്നിട്ട് വീട്ടിൽ കയറി ഇരിക്കുകയാണെന്ന് അറിഞ്ഞാൽ അയാളുടെ പണി പോകില്ലേ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയായാലും മുത്തശ്ശിയും അമ്മയൊക്കെ വൈകുന്നേരം മാത്രമേ വരത്തുള്ളൂ. അപ്പോ കുറച്ചു നേരം ചേട്ടൻ ഈ വെയിലാറുന്നത് വരെ വീട്ടിൽ ഹോളിൽ ഇച്ചിരി നേരം ഇരുന്ന് കാറ്റ് കൊണ്ടു നോക്ക്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഊണും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വിറകും കാര്യങ്ങളും വെട്ടിയിട്ടാ പോരെ എന്ന് ഞാൻ അയാളുടെ ചോദിക്കുന്ന സമയത്ത് അയാളൊന്ന് പുഞ്ചിരിച്ചു. അയാൾക്ക് എന്റെ ഒപ്പം വരണമെന്നുണ്ട്. പക്ഷേ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അത് വർക്കിന് വന്നിട്ട് ആ ഒരു തെറ്റാണ് എന്നൊരു തോന്നല് ആ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ വീണ്ടും നിർബന്ധിച്ചു, ചേട്ടൻ വന്നിട്ട് ഇച്ചിരി നേരം റെസ്റ്റ് എടുക്ക്, ഇങ്ങനെ കിടന്ന് പണിയെടുത്തിട്ട് ഒന്നും നേടാനില്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് അയാളെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നു. അയാൾ ആദ്യമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ നിർബന്ധിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ആള് പിന്നെ നോ എന്നും പറഞ്ഞില്ല, എന്റെ കൂടെ വന്നു. അതിനുശേഷം ഞാൻ ആദ്യം ഒരു കസേര എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ആള് നന്നായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നു. കാരണം പുറത്തുനിന്ന് വന്ന് കയറിയതല്ലേ. കുറച്ച് വെള്ളം കൂടി ഞാൻ എടുത്തരാം നീനു എന്ന് അയാൾ പറയുന്ന സമയത്ത് ഞാൻ അകത്ത് പോയി വെള്ളം കൂടെ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. ആളവിടെ കസേരയിൽ നിന്ന് കാറ്റ് കൊള്ളുകയായിരുന്നു. ചേട്ടനെ TV വേണോ, കാണുന്നുണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ആ ഇട്ടാ കാണാം, സിനിമ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാലോ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സിനിമയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. അപ്പോൾ തന്നെ ഞാൻ അയാളുടെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, ചേട്ടൻ അവിടെ നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സോഫയിലോട്ട് ഇരുന്നോളൂ, ഇപ്പം വിയർപ്പെല്ലാം ഒട്ടിപ്പോയില്ലേ, അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രശ്നമൊന്നുമില്ല, ചേട്ടൻ സോഫയിൽ ഇരുന്നോളൂ, അപ്പം മുഷിച്ചിലും കാര്യങ്ങളൊന്നും അതിനകത്ത് പറ്റില്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് വീണ്ടും സന്തോഷമായി. അതിനുശേഷം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളും കൂടി ഇരിക്കുക, നമുക്ക് ഒരുമിച്ചിരുന്ന് സിനിമ കാണാം എന്ന് അയാൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പം ഞാനും ഇരിക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്ന് സിനിമ കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അയാളും കൂടെ ആ സോഫയിലേക്ക് ഇരുന്നു. പെട്ടെന്ന് ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ TVയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കാണുന്നത്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവിടെ TV നിർത്തിയിട്ട് പോകും. അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പം അമ്മയും അച്ഛനും ഒന്നും ഇവിടെ ഇല്ല, ചില ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ കാണത്തില്ല, ചേട്ടന് TV കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആയിരിക്കും, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് TV കാണാലോ എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു, അതൊക്കെ കൊച്ചിനൊരു ബുദ്ധിമുട്ടാവില്ലേ. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കൊരു കമ്പനി കിട്ടാനാണ് ഞാനിങ്ങനെ പ്രയാസപ്പെടുന്നത്. കാരണം കുറെ സമയം ഒറ്റയ്ക്കിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ ചിന്തകളാണ്. ഇവരെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ചില സമയത്താണെന്നുണ്ടെങ്കിൽ മോളുടെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും പോകും, പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ജോലിക്കും പോകും, അച്ഛന് ജോലിക്ക് പോകും, കുട്ടിയാണെന്നുണ്ടെങ്കിൽ
പിന്നെ സ്കൂളിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് വൈകുന്നേരമാവും. എല്ലാവരുടെയും വരവ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ ഒരു ഉപകരണം എന്ന പോലെയാണ്. അപ്പോൾ എനിക്കും എന്തെങ്കിലും ഒരു മിണ്ടാനും പറയാനും ആരെങ്കിലും വേണ്ടേ? വൈകിട്ട് വന്നു കഴിയുമ്പം ആരും കാണില്ല എന്നോട് മിണ്ടാനായിട്ട്. അതൊക്കെയാണ് ചേട്ടാ എൻ്റെ ഒരു പ്രശ്നങ്ങൾ. ഞാൻ അതെല്ലാം പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. ആ സമയമാണെന്നുണ്ടെങ്കിൽ റിമോട്ടിന്റെ കൺട്രോള് ഞാൻ പെട്ടെന്ന് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടന് ഇഷ്ടമുള്ള പരിപാടി വെച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ ഓരോരോ ചാനലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് കണ്ട് ആദ്യം ന്യൂസ്, പിന്നെ പാട്ട്, പിന്നെ സിനിമ, അതൊന്നും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇംഗ്ലീഷിന്റെ ഡിസ്കവറി ചാനലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാനും അതിങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് ചാനൽ ഇങ്ങനെ മാറ്റി ഇംഗ്ലീഷ് മൂവീസും കാര്യങ്ങളൊക്കെ ആളിങ്ങനെ കാണുന്ന കണക്ക് എനിക്ക് തോന്നി. ആൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അയാളോട് ചോദിച്ചു, ചേട്ടന് ഇംഗ്ലീഷ് ഭാഷയൊക്കെ മനസ്സിലാവോ? മനസ്സിലാവുന്ന എന്തിനാ കുഞ്ഞെ, നമുക്കിതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നാൽ മതിയല്ലോ. അതിനകത്താണെങ്കിൽ രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്താണെന്നുണ്ടെങ്കിലും അത്ര ഒരു ത്രില്ലിങ് കാര്യങ്ങളും ഇല്ല എന്നായിരുന്നു ആള് പറഞ്ഞത്. ആ സമയം ഞാനും അയാളും ഇങ്ങനെ കണ്ടിരുന്നു. എന്ത് രസമുണ്ടായിരുന്നു ആ ഒരു വൈബ്. കുറെ നാൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരാള് എൻ്റെ വീട്ടിലേക്ക് വരികയും എനിക്ക് നല്ല കമ്പനി തരികയും ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ആ ഒരു വിറകുവെട്ടക്കാരൻ ചേട്ടനെ അങ്ങനെ വിടാൻ തോന്നിയില്ല. അവിടെ പിടിച്ചിരുത്തി കുറെ നേരം ഇങ്ങനെ സംസാരിക്കാനും പിന്നെ ആ ഒരു TV കാണാനൊക്കെ എനിക്ക് തോന്നി. ചില സമയത്ത് അങ്ങനെയാണ് എൻ്റെ പ്രകൃതവും കാര്യങ്ങളൊക്കെ. ആള് നല്ലൊരു പാവം മനുഷ്യനായിരുന്നു. പിന്നെ നല്ലൊരു ഡിസിപ്ലിനുള്ള മനുഷ്യനും. ആ മനുഷ്യനെയാണ് ഞാനിപ്പം പിടിച്ച് അകത്തിരിക്കുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ചോറിന് സമയമായിട്ടുണ്ട്, ഞാൻ കുറച്ച് ചോറ് വിളമ്പിയൊക്കെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അയാളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സാധാരണ കേസിൽ അമ്മയോ മുത്തശ്ശിയോ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ അകത്ത് കയറ്റിയിരുന്ന് ഫുഡ് കൊടുക്കില്ല. അവിടെ ചായപ്പിനിപ്പുറത്ത് ഒരു എറമ്പുണ്ട്, അവിടെയാണ് കൊണ്ടെത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നത്. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ്. ഞാൻ എന്നിട്ടും അയാൾക്ക് അവിടെ ഇരുത്തി തന്നെ എൻ്റെ ആ ഒരു ഹോളിലിരുത്തി തന്നെ ചോറ് കൊടുത്തു. അങ്ങനെ അയാൾക്കൊപ്പം ഞാനും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു, ചേട്ടനെ കിടക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു, കിടക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്, പക്ഷേ ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി കുഞ്ഞെ, ഞാനിവിടെ ജോലി എടുക്കാൻ വന്നിട്ട് പകുതി പോലും തീർന്നിട്ടില്ല. അയാളത് പറയുന്ന സമയത്ത് ഞാൻ ആ നിമിഷം അയാളുടെ അടുത്ത് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ ഇച്ചിരി നേരം കിടക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറി കിടന്നോളൂ. അകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഈ സോഫയിൽ നീണ്ടു നിവർന്ന് കിടന്നോളൂ. ഇത് ട്രിപ്പിൾ സെറ്റി അല്ലേ, അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കിടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ സോഫയിലൊന്നും കിടക്കില്ല. കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ പായ വിരിച്ച്, അല്ല എന്നുണ്ടെങ്കിൽ മേളില് കട്ടില്, അങ്ങനെയാണ് ഞാൻ കിടക്കാറ് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ചേട്ടൻ അകത്തേക്ക് കയറി കിടന്നോളൂ, എൻ്റെ റൂം ഫ്രീ ആണ്, ഞാനതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് തരാം. അങ്ങനെ ആ സമയമാണെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ അകത്തേക്ക് കയറ്റി മുറിയിൽ കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ആള് അവിടെ കയറി സുഖമായിട്ട് ഇങ്ങനെ കിടന്നു. ആ സമയം എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം ആ മനുഷ്യനെങ്കിലും ഇച്ചിരി നേരം ഒന്ന് സുഖമായിട്ടിരിക്കട്ടെ. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണിയാകുമ്പം എന്നെ വിളിക്കണം കേട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും. ഇന്നത്തെ പണിയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനു വന്നതാണെന്ന് അവരെല്ലാവരും ചോദിക്കും, അതിന് എനിക്ക് മറുപടിയില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് ആ ഒരു മുറിയും പിന്നെ ആ ഒരു ഹോളിന്റെ ലോക്കും എല്ലാം ഒന്ന് ലോക്ക് ചെയ്തതിനു ശേഷം ഞാൻ ആ റൂമിൽ വന്ന് കട്ടിൽ തന്നെ ഇരുന്നു. ആളുടെ അടുത്ത് ഏകദേശം സമയം നോക്കി ഇങ്ങനെ ഇരുന്നു. സമയം ഏകദേശം 2 മണിയായപ്പോൾ ആളുടെ കാലിൽ ഞാനൊന്ന് തൊട്ടു. ചേട്ടാ സമയമായിട്ടുണ്ട് കേട്ടോ, 2 മണിയായി, എഴുന്നേക്കുന്നില്ലേ? അങ്ങനെ ആള് പതുക്കെ എഴുന്നേറ്റു. അയ്യോ, കുഞ്ഞു വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ എന്ന് പറഞ്ഞുകൊണ്ട് ആൾ എഴുന്നേക്കുവോ. ഞാൻ പറഞ്ഞു, പതുക്കെ എഴുന്നേറ്റാൽ മതി ചേട്ടാ, ഇവിടെ പുറത്ത് അധികം ജോലിയൊന്നുമില്ലല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞ ശേഷം കുറച്ച് മുറ്റായിരുന്നെന്ന് വരുന്ന സമയത്ത് അങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് ചേട്ടൻ കാശ് വാങ്ങിച്ചോണ്ട് പോക്കോ, പിന്നെ നാളെയും വരാലോ. നാളെ വരുന്ന സമയത്ത് നാളെ ഇവിടെ ആരും കാണില്ല, എല്ലാവരും ജോലിക്കും കാര്യങ്ങളൊക്കെ പോവും. അപ്പം ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കല്ലോ എനിക്ക് എന്ന് ഞാൻ പറയുമ്പോൾ അയാളൊന്ന് ചിരിച്ചു.
അതിനുശേഷം വെയിൽ താന്നതിന് ശേഷം ഞാനും അയാളും പുറത്തിറങ്ങി. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഞങ്ങൾ ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേട്ടന് എന്നോട് നല്ല ഇഷ്ടം തോന്നി. കാരണം മറ്റൊന്നുമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതെല്ലാം ചേട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയം എനിക്ക് നല്ലൊരു വൈബ് കിട്ടി. അടുത്ത ദിവസം ആണെന്നുണ്ടെങ്കിലും അന്ന് വൈകുന്നേരം വന്നപ്പോഴും അവരടുത്ത് ആ ഒരു ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. കാശും കിട്ടി. പിറ്റേ ദിവസം ആള് വന്നു. അപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല സംസാരമായിരുന്നു. എനിക്ക് ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.